അസ്സലാമലൈക്കും. പാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പ്രോൺ റൈസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതായത് ചെമ്മീൻ ചോറ് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, വലിയ ചെമ്മീൻ. അത് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാല ഇതൊക്കെ ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഓരോ ചെമ്മീനും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടി ഇത്രയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെറുതായി നല്ലോണം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു വശം ചെറുതായി ഫ്രൈ ആയ സമയത്ത് നമുക്കൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് റൈസിലിട്ടിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ നമ്മുടെ ആ ചോറിന് നല്ലൊരു ചെമ്മീൻ്റെ ആ ഒരു മണം വരൂ. അപ്പോൾ അതേ എണ്ണ തന്നെ ഒഴിക്കണം. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പം 3 വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായി വഴണ്ടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി, ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളിൻ്റെ കൂടുതൽ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു തക്കാളി മതിയാവും. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളിയും ഇഞ്ചിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില. ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം മുളക് എനിക്ക് അത്യാവശ്യം എരിവ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഇത് മുളക് കുറച്ചിടാം.
ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം അരി അളന്ന പാട്ടയിൽ ഒരു 1.5 പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ പാട്ടയ്ക്ക് 1 പാട്ട അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1.5 പാട്ട വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 പാട്ട വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ മസാലക്കൂട്ടിലേക്ക്. ഇനി നമുക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കാം. അരമുറി മതിയാവും, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് ഇപ്പം കുറച്ച് ഉപ്പ് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉപ്പ് ആവശ്യമാണെങ്കിൽ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് തള വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വലിയ ജീരകം 1/4 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകം ഇട്ട് നല്ലപോലെ അത് പൊട്ടിച്ചെടുക്കുക. നല്ലപോലെ അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ജീരകത്തിൻ്റെ മണവും കൂടിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ തനിമരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം വറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളം വറ്റണം. അപ്പോൾ അതിനിടക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ചോറിൻ്റെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഇതുപോലെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ മെല്ലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മല്ലിയില പുതിനയില അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യമൊന്നും ഇല്ല എന്നുള്ളവർക്ക്, ഇതിൻ്റെ മണം പിടിക്കുന്നില്ല എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് മല്ലിയില പുതിനയില പച്ചമുളക് നടുവെ പിളർന്നത് 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് ഇതിന് മുകളിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ചോറ് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ ചെമ്മീൻ ചോറ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ,
നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണവും കൂടിയാണ് ഇത്. ഈ മൂടി തുറക്കുന്ന സമയത്ത് നല്ലൊരു മണം കൂടിയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചോറാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.